നമസ്കാരം. ലോകം വീണ്ടും ഒരു അഗ്നിപർവ്വതത്തിന് മുകളിലാണ്. സമാധാനത്തിന്റെ വെള്ളരിപ്രാവുകളെ കുറിച്ച് പ്രസംഗിക്കുന്നവർ പശ്ചിമേഷ്യയുടെ മണ്ണിലേക്ക് വീണ്ടും മരണത്തിന്റെ വിത്തുകൾ പാകാൻ ഒരുങ്ങുകയാണ്. മിഡിൽ ഈസ്റ്റിലെ സംഘർഷാവസ്ഥ മുൻനിർത്തി 10,000 അധിക അമേരിക്കൻ സൈനികരെ വിന്യസിക്കാൻ ഡൊണാൾഡ് ട്രംപ് ആലോചിക്കുന്നതായി റിപ്പോർട്ടുകൾ വരുന്നു. ഇത് വെറുമൊരു സൈനിക നീക്കമല്ല, മറിച്ച് ലോകത്തെ ഒരു മൂന്നാം ലോക മഹായുദ്ധത്തിലേക്ക് തള്ളിവിടാനുള്ള അഹങ്കാരത്തിന്റെ പുറപ്പാടാണ്. പക്ഷേ അവർ മറന്നുപോകുന്ന ഒരു കാര്യമുണ്ട്. എതിർവശത്ത് നിൽക്കുന്നത് മുട്ടുമടക്കാൻ ശീലിച്ചിട്ടില്ലാത്ത പേർഷ്യൻ കരുത്താണ്. 10,000 സൈനികരെ അയച്ചാൽ ഇറാൻ ഭയന്ന് വിറയ്ക്കുമെന്നാണോ വൈറ്റ് ഹൗസ് കരുതുന്നത്? ചരിത്രം ഒന്ന് പിന്നോട്ട് മറിച്ചു നോക്കുന്നത് നന്നായിരിക്കും. വിയറ്റ്നാമിലും അഫ്ഗാനിസ്ഥാനിലും ഇറാഖിലും അമേരിക്കൻ സൈന്യത്തിന് എന്ത് സംഭവിച്ചു എന്ന് ലോകം കണ്ടതാണ്. ട്രംപിന്റെ തന്ത്രം. ഉപരോധങ്ങൾ പരാജയപ്പെട്ടപ്പോൾ, സാമ്പത്തികമായി ഒറ്റപ്പെടുത്താൻ നോക്കിയിട്ട് നടക്കാതെ വന്നപ്പോൾ, ഇപ്പോൾ തോക്കിൻ മുനയിൽ ഇറാനെ പേടിപ്പിക്കാമെന്ന മോഹം. ഇറാൻ അനുകൂലികളുടെ മറുപടി ഇങ്ങനെയാണ്: ട്രംപേ, നിങ്ങൾ 10,000 അല്ല ലക്ഷങ്ങളെ അയച്ചാലും പേർഷ്യൻ ഗൾഫിലെ തിരമാലയ്ക്ക് നിങ്ങളുടെ അധിനിവേശത്തെ തടഞ്ഞു നിർത്താൻ അറിയാം. ഇറാൻ മണ്ണ് വിദേശ സൈനികർക്ക് എന്നും ഒരു ചതിക്കുഴിയായിരുന്നു. ഇന്നും അത് അങ്ങനെ തന്നെയാണ്. അമേരിക്ക വിചാരിക്കുന്നത് ഇത് 90കളിലാണ് എന്നാണ്. എന്നാൽ ഇന്ന് കാലം മാറി. ഇറാൻ ഇന്ന് ഒറ്റയ്ക്കല്ല. റഷ്യയുടെ സൈനിക പിന്തുണയും ചൈനയുടെ സാമ്പത്തിക കരുത്തും ഇറാന്റെ കൂടെ തന്നെയുണ്ട്. അതിലുപരി ലെബനനിലെ ഹിസ്ബുള്ളയും യമനിലെ ഹൂത്തികളും ഇറാഖിലെ പോരാളികളും ഇറാന്റെ ഒരു ആജ്ഞയ്ക്കായി കാതോർത്തു നിൽക്കുകയാണ്. അമേരിക്കൻ സൈനിക താവളങ്ങളെ നിമിഷങ്ങൾക്കുള്ളിൽ ചാരമാക്കാൻ ശേഷിയുള്ള ഖൈബ മിസൈലുകളും ഫത്താഹ് ഹൈപ്പർസോണിക് മിസൈലുകളും ഇറാൻ സജ്ജമാക്കി കഴിഞ്ഞു. 10,000 സൈനികരെ അയക്കുന്നത് അവരെ മരണമുഖത്തേക്ക് തള്ളിവിടുന്നതിന് തുല്യമാണ് എന്ന് ഇറാൻ അനുകൂലികൾ മുന്നറിയിപ്പ് നൽകുന്നു. ജനറൽ ഖാസിം സുലൈമാനിയെ ഇല്ലാതാക്കിയാൽ ഇറാന്റെ പോരാട്ട വീര്യം അവസാനിക്കുമെന്ന് കരുതിയവർക്ക് തെറ്റി. ആ രക്തസാക്ഷിത്വം 10,000-കണക്കിന് പുതിയ സുലൈമാനിമാരെയാണ് സൃഷ്ടിച്ചത്. ഓരോ അമേരിക്കൻ സൈനികന്റെ വിന്യാസവും ഇറാന്റെ പ്രതികാരത്തിനുള്ള ദാഹം വർദ്ധിപ്പിക്കുകയുള്ളൂ. സുലൈമാനിയുടെ ഓർമ്മകൾ ഇന്നും ഇറാന്റെ മിസൈലുകളിൽ കത്തുന്നുണ്ട്. അമേരിക്കൻ സൈന്യത്തിന്റെ ബൂട്ടുകൾ പേർഷ്യൻ മണ്ണിൽ പതിഞ്ഞാൽ അത് അവരുടെ അന്ത്യത്തിന്റെ തുടക്കമായിരിക്കും. നിങ്ങൾ തുടങ്ങിയേക്കാം, പക്ഷെ ഞങ്ങൾ അവസാനിപ്പിക്കും എന്ന് തന്നെയാണ് ഇപ്പോഴും ഇറാന്റെ നയം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ട്രംപിന്റെ ഈ സൈനിക വിന്യാസ ഭീഷണി ഇറാന്റെ ചങ്കൂറ്റത്തിന് മുന്നിൽ വെറും കടലാസ് പുലിയാണ്. അധിനിവേശത്തിനെതിരെ, സാമ്രാജ്യത്വത്തിനെതിരെ, ഇസ്രായേൽ അമേരിക്കൻ അച്ചുതണ്ടിനെതിരെ ഇറാൻ നടത്തുന്ന ഈ പോരാട്ടം ലോകത്തിലെ നീതി സ്നേഹികൾക്ക് എന്നും ആവേശം തന്നെയാണ്. അമേരിക്ക വിചാരിക്കുന്നത് 10,000 സൈനികരെ കണ്ടാൽ ടെഹ്റാനിലെ തെരുവുകൾ വിജനമാകുമെന്നാണ്. എന്നാൽ ട്രംപേ, നിങ്ങൾ ഒരു കാര്യം മറന്നുപോകുന്നു. മരണത്തെ വിവാഹം കഴിച്ചവരാണ് പേർഷ്യൻ പോരാളികൾ. അവർക്ക് യുദ്ധക്കളം എന്നത് ഭയത്തിന്റെ ഇടമല്ല, മറിച്ച് വീരമൃത്യുവിന്റെ പുണ്യഭൂമിയാണ്. ഒരു ജനത ഒന്നടങ്കം അല്ലാഹു അക്ബർ എന്ന് വിളിച്ച് തെരുവിൽ ഇറങ്ങിയാൽ പിന്നെ നിങ്ങളുടെ അത്യാധുനിക ടാങ്കറുകൾക്കും മിസൈലുകൾക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല. തോക്കുകൾക്ക് മനുഷ്യന്റെ ആത്മവീര്യത്തെ തോൽപ്പിക്കാൻ കഴിയില്ലെന്ന വിയറ്റ്നാമിൽ നിങ്ങൾ പഠിച്ച പാഠം ഒന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു. അമേരിക്ക എത്ര വിചാരിച്ചാലും ഇറാന്റെ രോമത്തിൽ പോലും തൊടാൻ കഴിയില്ല എന്നതാണ് യാഥാർത്ഥ്യം. എന്തുകൊണ്ടാണ് അങ്ങനെ ധൈര്യത്തോടെ പറയാൻ സാധിക്കുന്നത്? ഇറാന്റെ ഭൂപ്രകൃതിയാണ് ഒന്നാമത്തെ കാരണം. അതൊരു കോട്ടയാണ്. മലനിരകളും മണലാരണ്യങ്ങളും നിറഞ്ഞ ആ മണ്ണിൽ കടന്നു കയറാൻ ശ്രമിച്ചവരൊക്കെ ശവപ്പെട്ടികളിലാണ് തിരിച്ചു പോയിട്ടുള്ളത്. രണ്ടാമത്തേത് സാങ്കേതിക വിദ്യയാണ്. അമേരിക്കയുടെ റഡാറുകളുടെ കണ്ണു വെട്ടിച്ച് പറക്കുന്ന ഇറാന്റെ ഡ്രോണുകളും അവരുടെ കപ്പലുകളെ കടലിൽ താഴ്ത്താൻ ശേഷിയുള്ള മിസൈലുകളും ഇന്ന് ലോകം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവരുടെ 10,000 സൈനികർ വരുന്നത് ഇറാന്റെ മിസൈലുകൾക്ക് വെറും ലക്ഷ്യങ്ങളാകാൻ മാത്രമായിരിക്കും. അമേരിക്കൻ ജനതയോട് ഇറാന് ഒന്നേ പറയാനുള്ളൂ. അതിങ്ങനെയാണ്: നിങ്ങളുടെ സൈനികരെ മരണത്തിലേക്ക് തള്ളിവിടുന്ന ട്രംപിന്റെ ഈ ഭ്രാന്തിന് വലിയ വില നൽകേണ്ടി വരും. ലോകം ഭരിക്കുന്നത് വൈറ്റ് ഹൗസിലെ ആജ്ഞകളല്ല, മറിച്ച് സത്യത്തിനു വേണ്ടിയുള്ള പോരാട്ട വീര്യമാണ്. അമേരിക്കയുടെ യുദ്ധവിമാനങ്ങൾ ആകാശത്ത് വട്ടമിട്ട് പറന്നേക്കാം, പക്ഷെ ഇറാന്റെ മണ്ണിൽ അവർക്ക് തണൽ കിട്ടില്ല. ഇവിടെ കാത്തിരിക്കുന്നത് ഉറപ്പുള്ള ചങ്കൂറ്റമുള്ള ഒരു ജനതയുടെ ഉരുക്കുമുഷ്ടിയാണ്. അമേരിക്ക എത്രയൊക്കെ ആയുധങ്ങൾ നിരത്തിയാലും, എത്രയൊക്കെ സൈന്യത്തെ വിന്യസിച്ചാലും ഇറാന്റെ ആത്മവീര്യത്തിനു മുന്നിൽ അതൊക്കെ വെറും വെള്ളത്തിൽ വരയ്ക്കുന്ന വര പോലെയാണ്. സിംഹത്തിന്റെ മടയിൽ വന്ന് ഗർജിക്കാൻ നോക്കുന്നവർക്ക് പേർഷ്യൻ ഗൾഫിന്റെ ആഴം അനുഭവിക്കേണ്ടി വരും. ഇത് വെറും വാക്കല്ല, ചരിത്രം ആവർത്തിക്കാൻ പോകുന്ന സത്യമാണ്. നിങ്ങൾ തുടങ്ങിയേക്കാം, പക്ഷേ ഞങ്ങൾ അവസാനിപ്പിക്കും. ഇത് പറഞ്ഞത് ഇറാനാണ്. വാക്കിന് ജീവന്റെ വില നൽകുന്ന നട്ടലുള്ളവന്റെ രാജ്യമാണ്. രാജ്യത്തിന്റെ ആകാശം ഇടിഞ്ഞു വീണാലും സത്യത്തിന്റെ പക്ഷത്ത് നിൽക്കുന്നവർക്ക് തോൽവിയില്ല. അമേരിക്കയുടെ അഹങ്കാരം അറബിക്കടലിലും പേർഷ്യൻ ഗൾഫിലും മുങ്ങിത്താഴുന്ന കാലം വിദൂരമല്ല.